62-ാം വയസ്സിൽ വേമ്പനാട്ടുകായൽ നീന്തിക്കിടന്ന തൃശൂർ സ്വദേശിനി ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ് 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 7 കിലോമീറ്റർ ദൂരമാണ് നീന്തിക്കയറിയത്. മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള കുഞ്ഞമ്മ മാത്യൂസിന് വേമ്പനാട്ടുകായൽ നീന്തി കീഴടക്കണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. ചില സ്കൂൾ വിദ്യാർത്ഥികൾ കൈകാലുകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിട്ടതറിഞ്ഞതോടെ കുഞ്ഞമ്മ മാത്യൂസും ആ തീരുമാനമെടുത്തു. അങ്ങനെ ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിലെത്തി പരിശീലനം ആരംഭിച്ചു. ഒടുവിൽ ആ ലക്ഷ്യം അവർ കീഴടക്കി. ആലപ്പുഴ പള്ളിപ്പുറം അമ്പലക്കടവിൽ നിന്നും വൈക്കം കായലോര ബീച്ച് വരെയുള്ള 7 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് കുഞ്ഞമ്മ മാത്യൂസ് നീന്തിക്കയറി. വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ നീന്തൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നീന്തലിനോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് റിട്ടയർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സസൈസിന് വേണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ താല്പര്യം കാരണം ഇങ്ങനെ ന്യൂസിലും മറ്റേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വേമ്പനാട്ടുകായൽ ക്രോസ് ചെയ്യിച്ച് കുട്ടികളെ ക്രോസ് ചെയ്യിക്കുന്നുണ്ടെന്ന് ഉള്ള ന്യൂസുകൾ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. എനിക്ക് നീന്തുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആ മേഖലയിൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നിഷ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് കുഞ്ഞമ്മ മാത്യൂസിനെ വരവേറ്റത്. അനുമോദിക്കാൻ നിരവധി പേരെത്തി. സ്ത്രീകൾക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി മാം നീന്തി ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴത്തേക്കിനും. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. 3.5 മാസം മൂവാറ്റുപുഴയാറിലായിരുന്നു നീന്തൽ പരിശീലനം. ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിലാണ് കുഞ്ഞമ്മ മാത്യൂസ് നീന്തൽ പരിശീലിച്ചത്. 24 കോട്ടയം.